ഹലോ, ഞാനിന്ന് ഇവിടെ കാണിക്കുന്ന ഒരു സ്പ്രൗട്ടഡ്, അതായത് കിളിപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള കട്ട്ലറ്റാണ് കേട്ടോ. ഇത് മിനിഞ്ഞാന്ന് ഞാൻ ഒരു 100 ഗ്രാം ചെറുപയർ വെള്ളത്തിലിട്ടു, കഴുകിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു. ഇന്നലെ രാവിലെ അതൊരു അരിപ്പയിൽ കൂടെ അരിപ്പയിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഇന്നായപ്പോഴത്തേക്ക് ഇവനെല്ലാം നല്ലപോലെ കിളുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കട്ട്ലറ്റാണ്. ഇത് വളരെ ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള ഒരു സാധനമാണ്. കംപ്ലീറ്റ് വെജിറ്റേറിയനുമാണ് ഇത് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു 3-4 ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സബോള കൊത്തി അരിഞ്ഞിരിക്കുന്നു, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, ഒരു 3-4 പോട് വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ കുറച്ച് കരിവേപ്പില അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് മുട്ടയ്ക്ക് വരെ ഇവിടെ എടുക്കുന്നത് 2-3 സ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ബാറ്ററാക്കും, ഇച്ചിരി മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്ത് അത് പതുക്കെ കാണിക്കാം. പിന്നെ നമുക്ക് റൊട്ടിപ്പൊടിയും വേണം കട്ട്ലറ്റ് മുക്കി പൊരിക്കാൻ. പിന്നെ പൊടികളൊക്കെ ഞാൻ ഇത് പാകം ചെയ്യുമ്പോൾ കാണിച്ചു തരാം എത്ര ഇടുമെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ചെറുപയർ വേഗം വെക്കണം. വേഗം വേഗം ഈ ചെറുപയർ. ഇത് ഇങ്ങനെ നല്ല ചെറുപയർ ഒരു പാത്രത്തിലിട്ട് വേഗം വെച്ചിരിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു. അതിലോട്ട് നമ്മൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും. പിന്നെ ഉപ്പും കൂടെ ഇപ്പം തന്നെ നമ്മളങ്ങ് ഇടും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഉപ്പ് നോക്കണം, എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുമ്പോൾ അപ്പം ചേർക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ഇടും. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകപ്പൊടി കൂടെ ഇടണം. കുറച്ച് ജീരകം, ഒരു 1/4 സ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് ഇതിനെ ഇളക്കി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇതിലോട്ട് ഞാനൊരു 1/4 സ്പൂണ് ഉപ്പിടുന്നുണ്ട്. 1/4 സ്പൂൺ ഉപ്പ്, ഇത്രയും മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് കായപ്പൊടിയും കൂടി ഇടും. ഇത് നമ്മൾ മുട്ട മുക്കുന്നതിന് പകരം മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ച് ഇതിനെ നമ്മൾ പതുക്കെ കുഴച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കണം. ഈ പേസ്റ്റ് മുക്കിയിട്ടാണ് നമ്മൾ ഈ കട്ട്ലറ്റ് റൊട്ടിപ്പൊടി മുക്കുന്നത്. നമ്മുടെ പയറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇവിടെ അടച്ച് തന്നെ നമുക്ക് വയ്ക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതിലോട്ട് എന്നിട്ട് നമ്മൾ കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില 5 കൂട്ടമുണ്ട്. 5 കൂട്ടം കൂടെ ഇതിലോട്ട് ഇടും. പച്ചമുളക് കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 4 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. ഒക്കെ ഒരുപാട് ബ്രൗൺ നിറം ആകണ്ട, ഒന്ന് കനം കുറഞ്ഞ് വന്നാൽ മതി സവോള. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കാനായിട്ട് 1/4 സ്പൂൺ വീതം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം 1/4 സ്പൂൺ വീതമാണ്. അത് നമുക്ക് ഈ സവോളയ്ക്ക് ഇതിന് കൂടെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുക. ഈ പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് നല്ലപോലെ വഴറ്റുക. കുറച്ച് ഉപ്പും കൂടെ ചേർക്കും, എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുമ്പോൾ അതിന് ഉപ്പ് വേണ്ടേ. വേവിച്ച് വെച്ച പയർ നല്ലപോലെ ഇട്ട് ഇളക്കുക. ഞാനിവിടെ കിഴങ്ങൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നമ്മൾ ഫ്രൈങ് പാനിൽ നിന്ന് ഇതെല്ലാം ഈ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട്
നല്ലപോലെ തണുപ്പിക്കുമായിരുന്നു. ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലപോലെ എല്ലാം കൂടെ കുഴച്ചൊന്നിച്ചാക്കുക. ആ സമയം നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക. എന്നിട്ടിതിനെ ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പം കട്ട്ലറ്റ് ഒക്കെ ആ ഷേപ്പിലാക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ മുക്കിയൊക്കെ വെച്ചു. കട്ട്ലറ്റ് ഷേപ്പ് ഏകദേശം 10-20 എണ്ണം ഉണ്ട്. 100 ഗ്രാം പയറെടുത്തതിന് 10-20 കട്ട്ലറ്റ് കിട്ടും. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷേപ്പ് ആക്കി കഴിയുമ്പം നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന കടലമാവിലൊന്ന് മുക്കുക. എന്നിട്ട് റൊട്ടിപ്പൊടിയിൽ മുക്കുക. ഇങ്ങനെ എല്ലാം നമ്മൾ ചെയ്യണം. പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്തെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഡീപ്പ് ഫ്രൈ ആണ്. ഷാലോ ഫ്രൈയും വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ്. അപ്പം നമ്മൾ ഇതിലോട്ട് ഇടുകയാണ്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് നമ്മൾ നല്ലപോലെ മൊരിച്ചെടുക്കാം. ഞാനത് തിരിച്ചിടുകയാണ്. രണ്ട് വശം മൂത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇടുകയാണ്. ഇതാ നമ്മുടെ സ്വാദിഷ്ടവും പോഷകപ്രദവും ഒക്കെ ആയ കട്ട്ലറ്റുകൾ റെഡി. ചൂട് കട്ട്ലറ്റ് സോസും കൂട്ടി കഴിക്കുക. ഈ കട്ട്ലറ്റ് ഞാൻ എല്ലാം ഒന്നും വറുത്തില്ല. ബാക്കി ഞാൻ നല്ലപോലെ ഫോയിൽ പേപ്പർ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും, പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ. അത് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പം വറുത്തെടുത്താൽ മതി. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എനിക്ക് കമൻറ്റുകളൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.